ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളെ ലീഡ് ചെയ്യുന്ന അവരുടെ ചില മിസ്റ്റേക്കുകളാണ്. ജനങ്ങളുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം. ടെക്നോളജി കൊണ്ട്, പുതിയ പുതിയ ജീവിത സൗകര്യങ്ങൾ കൊണ്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെടാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് മിസ്റ്റർ ജോസ് യോഹന്നാൻ. ചർച്ചുമായി ഒക്കെ ഒരുപാട് ബന്ധമുള്ള, ഒരുപാട് പൊസിഷൻസ് ഒക്കെ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് പറയാറുള്ളത് എല്ലാ വിശ്വാസിയും കേൾക്കണമെന്ന് എൻ്റെ ആഗ്രഹം. പ്ലീസ് വാച്ച് ഓൺ TNN Global Media. താങ്ക് യു. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോസ് യോഹന്നാൻ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ന്യൂയോർക്കിൽ ലോങ് ഐലൻഡ് റിസൈഡ് ചെയ്യുന്നു. ഞാൻ പല വർഷങ്ങളായിട്ട് പള്ളിയിലെ സെക്രട്ടറിയും ട്രഷററുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിശ്വാസ രീതിയിൽ ആത്മീയത കുറഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ പണത്തിന് മുൻതൂക്കം കൊടുക്കുകയും പള്ളികളുടെ കാര്യത്തിൽ എനിക്ക് ഏത് രീതിയിൽ മോടി പിടിപ്പിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ പുരോഹിത വർഗത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കുംഭസാരം എന്ന രഹസ്യം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരോഹിതന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രാന്മാരുമുണ്ട്. ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന അച്ഛന്മാരെ ഉപദേശിച്ച് നേരെ ആക്കുക എന്നുള്ളത് തലപ്പത്തിരിക്കുന്ന തിരുമേനിമാരുടെയും ഉത്തരവാദിത്തമാണ്. അത് കേൾക്കാൻ സൗകര്യമില്ലാത്ത അച്ഛന്മാരെയും അയ്മേനികളെയും സഭയിൽ നിന്ന് മുടക്കുകയും നമ്മുടെ സഭ ശിഥിലമാകാതെ നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യണം. പണം എന്നുള്ളത് കളഞ്ഞിട്ട് നമ്മുടെ സത്യവിശ്വാസം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മുടെ കാര്യം. ദൈവം നീതിമാനാണ്. ദൈവം നമ്മളെ ഒരിക്കലും സത്യവിശ്വാസികളെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ മുന്നാകെ കുമ്പസാരിക്കുന്നത് അത് ദൈവം കേൾക്കുകയും നിങ്ങൾ മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ തള്ളിപ്പറയുകയുമില്ല. ആരാധനാലയം എന്ന് പറയുന്നത് സർവ്വജനങ്ങൾക്കും ആരാധിക്കാനുള്ള ആരാധന ആലയമാണ്. എന്നാൽ പണം എന്നുള്ള പണ സമുദായത്തിന് മാത്രമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. നിങ്ങൾ ദേവാലയത്തിന് കൊടുക്കുന്നത് ഞാൻ ഇത്ര കൊടുത്തു, ഞാൻ ഇത്ര കൊടുത്തില്ല, നിനക്ക് പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ ബൈബിളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. ദൈവവിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറാതെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ബുദ്ധിമാനാണ് പാറമേൽ വീട് പണിഞ്ഞ മനുഷ്യൻ. എന്നാൽ നമ്മുടെ സഭ ഇന്നത്തെ കാലത്ത് മണലിന്മേൽ പണിഞ്ഞ വീടിന് ഉത്തരവാദികളായ ബുദ്ധിയില്ലാത്ത മനുഷ്യരെ പോലെ ആയി പോകുന്നു. ജനസമൂഹങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പാറമേൽ വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നമ്മുടെ ആത്മീക വിശ്വാസത്തെ മുറുകപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുവോളം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.